നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഭാര്യ സംഗീത വിജയ്ക്കെതിരെ അവിഹിതം ആരോപിച്ച് ഡിവോഴ്സ് കേസ് കൊടുത്തതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യവും ഭാര്യയും മക്കളും വരാതിരുന്നതും എല്ലാം ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിജയും ഭാര്യ സംഗീതയും വേർപിരിയാൻ കാരണം തൃഷയാണെന്നാണ് ചിലർ ആരോപിക്കുന്നത്. ഇതിനു പിന്നാലെ വലിയ സൈബർ ആക്രമണങ്ങളും തൃഷ നേരിടുന്നുണ്ട്. ഇപ്പോഴിതാ തൃഷയുടെ പുതിയൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. തൃഷ കൃഷ്ണയുടെ പുതിയ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ താരം രഹസ്യമായി വിവാഹിതയായി എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയാണ്. തിങ്കളാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചിത്രത്തിൽ തൃഷ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന പ്രത്യേക ലോക്കറ്റാണ് ആരാധകർക്കിടയിൽ വൻ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചത്. കേരളത്തിലെ പരമ്പരാഗത ക്രിസ്ത്യൻ മംഗല്യസൂത്രമായ മിന്ന മാതൃകയിലുള്ളതാണ് ഈ ലോക്കറ്റ് എന്നാണ് ഭൂരിഭാഗം ആരാധകരും കണ്ടെത്തുന്നത്. ഇതോടെ താരം രഹസ്യമായി വിവാഹം കഴിച്ചോ അതോ വധു മാത്രമുള്ള ചിത്രമാണോ ഇതെന്ന ചോദ്യങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകളിൽ ഒരേപോലെ വലിയ ആരാധക വൃന്ദമുള്ള താരമായതിനാൽ തൃഷയുടെ ചിത്രങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. തൃഷയുടെ കഴുത്തിലുള്ളത് 100% വിവാഹമാല തന്നെയാണെന്നും താരം ആരും അറിയാതെ വിവാഹിതയായി എന്നുമാണ് ഒരു വിഭാഗം നെറ്റിസൻസ് വാദിക്കുന്നത്. എന്നാൽ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ഭാഗമായുള്ള ലുക്കോ അല്ലെങ്കിൽ താരം ഫാഷന്റെ ഭാഗമായി ധരിച്ച ഒരു ആഭരണമോ മാത്രമാകാം ഇതെന്നാണ് മറുവിഭാഗത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ നിരവധി വലിയ പ്രോജക്ടുകളുമായി തൃഷ കരിയറിൽ സജീവമാണ്. മുൻപും തൃഷയുടെ വിവാഹത്തെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും താൻ വിവാഹിതയല്ല എന്ന് താരം വ്യക്തമാക്കിയിരുന്നു. പുതിയ വൈറൽ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളോട് തൃഷയോ അവരുടെ ഔദ്യോഗിക വക്താക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിജയ് സംഗീത ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണം തൃഷയാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും തൃഷയെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും നിരവധിയാണ്. ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന സംഭവങ്ങളും പിന്നീടുണ്ടായി. എന്നാൽ തൃഷയെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന അഭിപ്രായം ഇപ്പോൾ വരുന്നുണ്ട്. വിവാഹേതര ബന്ധമാണെങ്കിലും വിജയും തൃഷയും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടണം. എന്നാൽ വിജയെ ആഘോഷിക്കുന്നവർ തന്നെ തൃഷയെ കുടുംബം തകർത്തവളാണെന്ന് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ വിരോധാഭാസം നിരവധി പേർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. സിനിമാ രംഗത്തുള്ളവർ പോലും തൃഷയെ ഇകഴ്ത്തി സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നടൻ പാർത്ഥിബൻ തൃഷയ്ക്കെതിരെ നടത്തിയ പരാമർശം വിവാദമായതാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് തൃഷയ്ക്കെതിരെ സംസാരിച്ചാൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ പലരും മൗനം പാലിക്കുകയാണെന്നാണ് നിരീക്ഷണം. സംഗീത പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിജയ്ക്കെതിരെയാണ്. പണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട വിവാഹ ബന്ധത്തിൽ താൻ നേരിട്ട വഞ്ചനയാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ സംഗീത പറയുന്നത്. ബന്ധം കണ്ടുപിടിച്ചപ്പോൾ തനിക്ക് മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇല്ലാതായതിനെക്കുറിച്ചും സംഗീത സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിജയുടെ ആരാധകർ കാര്യമാക്കുന്നില്ല. പകരം വിജയെ വിട്ടുപോകൂ എന്ന് തൃഷയെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. തൃഷ കാരണമാണോ സംഗീതയും വിജയും തമ്മിൽ അകന്നത് എന്ന് വ്യക്തമല്ല. സംഗീതയുമായും വിജയ് അകന്ന ശേഷമാണ് തൃഷയുടെ കടന്നുവരവ് എന്ന വാദങ്ങൾ വരുന്നുണ്ട്. സംഗീത ലണ്ടനിൽ തന്റെ കുടുംബത്തിനടുത്തേക്ക് പോയെന്ന് സംസാരങ്ങളുണ്ട്. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകുന്നതിന് മുൻപേ തന്നെ തൃഷ വിജയ് ഗോസിപ്പുകൾക്ക് ശക്തമായിട്ടുണ്ട്. അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ. വിജയുടെ പിറന്നാളിന് നടി മുടങ്ങാതെ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവയ്ക്കും. തമിഴിലും തെലുങ്കിലും മിക്ക സൂപ്പർ സ്റ്റാറുകൾക്കുമൊപ്പം തൃഷ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ വിജയ്ക്ക് മാത്രമേ തൃഷ പിറന്നാൾ ആശംസകൾ അറിയിച്ച് പോസ്റ്റ് പങ്കുവയ്ക്കാറുള്ളൂ. വിജയ് തൃഷ ഗോസിപ്പുകൾ സത്യമാണെന്ന വാദം നാൾക്ക് നാൾ ശക്തമായി. പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റായിരുന്നുവെങ്കിൽ താരങ്ങൾക്ക് പരസ്യ പ്രതികരണം നടത്തി ഗോസിപ്പുകൾ അവസാനിപ്പിക്കാമായിരുന്നു. പ്രത്യേകിച്ചും വിജയ് രാഷ്ട്രീയത്തിൽ പ്രബല സാന്നിധ്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ. എന്നാൽ അതുണ്ടായില്ല. ഡിവോഴ്സ് പെറ്റീഷന് പിന്നാലെ വിജയ് തൃഷ ബന്ധം കുറെ കൂടി പരസ്യമായെന്ന് വാദമുണ്ട്. അജിത് കുമാറിന്റെ അമ്മ മരിച്ചപ്പോൾ അനുശോചനം അറിയിക്കാനെത്തിയ വിജയ്ക്കൊപ്പം തൃഷയും ഉണ്ടായിരുന്നു. ഇവരുടെ വിവാഹം സംഗീതയുമായുള്ള ഡിവോഴ്സിന് ശേഷം ഉണ്ടാകുമെന്നാണ് അഭ്യൂഹങ്ങൾ. റിപ്പോർട്ടുകൾ പ്രകാരം ഈ അടുത്ത കാലത്തൊന്നും തന്നെ തുടങ്ങിയതല്ല തൃഷ വിജയ് പ്രണയം. 2000കളുടെ തുടക്ക വർഷങ്ങളിലെ ഹിറ്റ് ജോഡിയായ ഇവർ അക്കാലത്ത് പരസ്പരം അടുത്തിരുന്നു. 2008 ശേഷം ഇവർ ഒരുമിക്കാതായി. വിജയ് സംഗീതയ്ക്കും മക്കൾക്കും പ്രാധാന്യം നൽകി. തൃഷയിൽ നിന്നും അകന്ന കാലഘട്ടമാണതെന്നാണ് വാദം. അക്കാലത്ത് തൃഷ നൽകിയ അഭിമുഖങ്ങളും ഈ വാദത്തിൽ ശക്തി പകരുന്നു. വിജയെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ തൃഷ സംസാരിച്ചു. ഒരു അഭിമുഖത്തിൽ അജിത്തിനെയും വിജയെയും 100 മാർക്കിൽ റേറ്റ് ചെയ്യാനുള്ള ചോദ്യം വന്നപ്പോൾ വിജയ്ക്ക് 20 മാർക്കാണ് തൃഷ നൽകിയത്. അജിത്തിന് 80.
അജിത്തിനെ അന്ന് പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ആരാധകർ പറയുന്നത് പ്രകാരം ബന്ധം പിരിഞ്ഞ് 2 വഴിക്ക് നീങ്ങിയതായിരുന്നു ഇവർ. എന്നാൽ പിന്നീട് കാലം ഇവരെ വീണ്ടും ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. തൃഷ മറ്റ് പ്രണയബന്ധങ്ങളിലേക്ക് കടന്നു. എന്നാൽ ഒന്നും വിവാഹത്തിലേക്ക് എത്തിയില്ല. വിജയ് സംഗീതയിൽ നിന്നും അകന്നു. ഈ സാഹചര്യത്തിലാണ് തൃഷ വീണ്ടും വിജയുടെ ജീവിതത്തിലേക്ക് എത്തിയതെന്നാണ് ആരാധകരുടെ വാദം. തൃഷയ്ക്ക് വിജയിയോട് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന സൂചനകൾ സിനിമാ ലോകത്തെ പലരും നൽകുന്നുണ്ട്. 2015-ൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയതായിരുന്നു തൃഷ. ബിസിനസ്സുകാരനായ വരുൺ മന്യനുമായി തൃഷ പ്രണയത്തിലായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ച ഇരുവരുടെയും എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ വിവാഹം നടന്നില്ല. തൃഷ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന് കാരണം സിനിമ കരിയറിന് വരുണിന്റെ കുടുംബം തടസ്സം നിന്നതാണ്. കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കിലാണ് തൃഷ. മലയാളത്തിൽ ഐഡന്റിറ്റി എന്ന സിനിമയിലാണ് നടി ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. വിജയ് ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയ ശേഷമാണ് തൃഷയുമായി ബന്ധമെന്ന സംസാരം ശക്തമാകുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് സംഗീത ആരോപിച്ചിരുന്നു. ഈ നടി തൃഷയാണെന്നാണ് ജനങ്ങളുടെ വാദം. അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവൃത്തികളും വിജയുടെയും തൃഷയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തൃഷയും എത്തിയിരുന്നു. അതാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. സംഗീതയും മക്കളും ഇല്ല. മക്കൾ 2 പേരും വിജയിൽ നിന്ന് അകലം പാലിക്കുന്നു. മകൻ ജെയ്സൺ സഞ്ജയുടെ വലിയ പിന്തുണ സംഗീതയ്ക്കുണ്ട്. അച്ഛന്റെ പേര് പോലും തന്റെ പേരിൽ നിന്ന് ജെയ്സൺ നീക്കി. സിഗ്മ എന്ന തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയ ജെയ്സൺ ഇത് റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. തമിഴകത്തെ ഹിറ്റ് ജോഡിയായിരുന്നു വിജയും തൃഷയും. ഒരേ കാലഘട്ടത്തിലാണ് ഇരുവരും താരപദവിയിലേക്ക് വരുന്നത്. അന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. 2004-ൽ ഗില്ലി എന്ന സിനിമയിലാണ് ഇവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത്. 2008-ൽ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് കുറെ കാലം സിനിമകൾ ചെയ്തില്ല. സംഗീതയുടെയും വിജയുടെയും പിതാവ് SA ചന്ദ്രശേഖരുടെയും എതിർപ്പാണ് ഇതിന് കാരണമെന്നായിരുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വിജയും തൃഷയും വിവാഹിതരാകുമെന്ന അഭ്യൂഹങ്ങൾ കൂടുകയാണ്. ഒരുപാട് മറച്ചുവെക്കാൻ താരങ്ങൾക്ക് ഇന്ന് താല്പര്യമില്ല, പ്രത്യേകിച്ചും തൃഷയ്ക്ക്. തെരഞ്ഞെടുപ്പ് വിജയം പോലും വിജയ് തനിക്ക് തന്ന സമ്മാനമായാണ് തൃഷ കാണുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തുകയും ചെയ്തിരുന്നു. പൊതുവെ ഗോസിപ്പുകളെ അവഗണിക്കുന്ന ആളാണ് വിജയ്. ഗില്ലി എന്ന സിനിമയിലാണ് ആദ്യമായി തൃഷയ്ക്കൊപ്പം വിജയ് അഭിനയിക്കുന്നത്. 4 സിനിമകളിൽ ഇവർ ഒരുമിച്ച് അക്കാലത്ത് അഭിനയിച്ചു. 2008-ൽ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തി. റിപ്പോർട്ടുകൾ പ്രകാരം അക്കാലത്ത് ഇവർ പരസ്പരം അടുത്തിരുന്നു. കുടുംബത്തിന്റെ എതിർപ്പ് കാരണമാണ് വിജയ് തൃഷയ്ക്കൊപ്പം അഭിനയിക്കുന്നത് നിർത്തിയതെന്നും 15 വർഷങ്ങൾക്ക് ശേഷം ലിയോ എന്ന സിനിമയിൽ ഇവർ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. നേരത്തെ ആലപ്പി അഷ്റഫ് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വിജയ് തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് തൃഷയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലും. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇവർ 2 പേരും ഒരുമിച്ച് ഒരു വിമാനത്തിലാണ് എത്തിയത്. സ്വന്തം ഭാര്യയെ കൂടാതെ വിജയ് വിവാഹ ചടങ്ങിൽ തൃഷയ്ക്കൊപ്പം വന്നത് വിവാദമായിരുന്നു. ഒന്നിച്ചു വന്നതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒന്നിച്ച് താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ 2ആയിട്ട് വരേണ്ടതുണ്ടോ എന്നായിരുന്നു. വിജയുടെ പാർട്ടി ക്ലച്ച് പിടിച്ചാൽ തൃഷയും ഒപ്പം ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിൽ പലരുടെയും പ്രതീക്ഷ എന്നുമായിരുന്നു അന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.